പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാന വ്യാപകമായി ഇ ഡി റെയ്ഡ്. ആനന്ദ്കുമാറിന്റെ ഓഫീസിൽ ഉൾപ്പെടെ 12 ഇടങ്ങളിൽ പരിശോധന. കൊച്ചിയിൽ ലാലി വിൻസെന്റിന്റെ വീട്ടിലും അനന്തുകൃഷ്ണന്റെ ഇടുക്കിയിലെ ഓഫീസിലും റെയ്ഡ്. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർക്കെതിരെ എന്തടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്ന് ഹൈക്കോടതി. നടപടി ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസ്യതയെ ബാധിക്കുമെന്നും വിമർശനം. തിരുവനന്തപുരം കാര്യവട്ടം കോളേജിലെ റാഗിങ്ങിൽ 7 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. 7 വിദ്യാർത്ഥികൾ SFIയുടെ യൂണിറ്റ് റൂമിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് FIR. നടപടി ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥിയുടെ പരാതിയിൽ. കോഴിക്കോട് പയ്യോളിയിൽ 8ാം ക്ലാസ്സുകാരനായ ഫുട്ബോൾ താരത്തിന് ക്രൂരമർദ്ദനം. പരിശീലനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മറ്റ് സ്കൂളിലെ കുട്ടികൾ മർദ്ദിച്ചു. 2 ആഴ്ച മുമ്പ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു. സംസ്ഥാന തലത്തിൽ റാഗിംഗ് വിരുദ്ധ പ്രത്യേക സംവിധാനം വേണമെന്ന് മന്ത്രി ആർ ബിന്ദു. പത്തനംതിട്ട പെരുന്നാട്ടിലെ CITU പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പോലീസ് നിലപാട് തള്ളി CPIM ജില്ലാ നേതൃത്വം. രാഷ്ട്രീയ കൊലപാതകം തന്നെയെന്ന് ആവർത്തിച്ച് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. 2ാം പ്രതി നിഖിലേഷ് CITU പ്രവർത്തകനെന്ന ജിതിന്റെ അമ്മയുടെ പ്രസ്താവന തള്ളി. കൊലപാതകത്തിന് ഉത്തരവാദികൾ BJP RSS പ്രവർത്തകരെന്നും ജില്ലാ സെക്രട്ടറി. കൊന്നതും കൊല്ലിച്ചതും CPIM എന്ന് BJP ജില്ലാ നേതൃത്വം. ഉണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിൽ ടൗൺഷിപ്പിനായി ആദ്യം ഏറ്റെടുക്കുക എൽസ്റ്റോൺ എസ്റ്റേറ്റ്. ഗുണഭോക്താക്കളുടെ എണ്ണം കണക്കാക്കിയാണ് തീരുമാനം. ഗുണഭോക്തൃ പട്ടിക ഉടൻ അന്തിമമാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. കേന്ദ്ര വായ്പാ വിനിയോഗത്തിന് സാവകാശം തേടുമെന്ന് ധനമന്ത്രി. പുനരധിവാസത്തിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 16 അംഗ പ്രത്യേക കമ്മിറ്റി. കോട്ട ബാങ്ക് കവർച്ചാ കേസ് പ്രതി റിജോയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയുമായി കൂടുതൽ തെളിവെടുപ്പ്. മോഷണത്തിന് ബാഹ്യസഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതിലടക്കം അന്വേഷണം. ചാലക്കുടി കോടതി അനുവദിച്ചത് 2 ദിവസത്തെ കസ്റ്റഡി. സമസ്ത നേതൃത്വത്തോടുള്ള നിലപാട് മയപ്പെടുത്തി മുസ്തഫ അൽ ഫൈസി. പ്രശ്നങ്ങൾ വലുതാക്കരുതെന്നും നേതാക്കൾ എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കണമെന്നും ആഹ്വാനം. മുസ്തഫ അൽ ഫൈസിയുടെ പ്രതികരണം സുന്നി മഹല്ല് ഫെഡറേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ. മലപ്പുറം തിരുവാലിയിൽ ബൈക്ക് അപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് വാണിയമ്പലം സ്വദേശി സിമി വർഷ. പരിക്കേറ്റ ഭർത്താവ് ആശുപത്രിയിൽ. ബംഗളൂരു ബന്നാർഘട്ടയിലുണ്ടായ വാഹനാപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. മരിച്ചത് നിലമ്പൂർ സ്വദേശികൾ. മൂന്നാറിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം തുടരുന്നു. മതപ്പാടിലുള്ള കാട്ടാന ദേവികുളം ടോൾ പ്ലാസയിലെത്തി. ചൊക്കനാട് മേഖലയിൽ ഇറങ്ങിയ ആന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. റേഷൻ കടയ്ക്ക് നേരെയും ആക്രമണം. അശ്ലീല പരാമർശം നടത്തിയ യൂട്യൂബർ രൺവീർ അല്ലാബാദിയക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. ജനപ്രീതിയുണ്ടെന്ന് വെച്ച് എന്തും പറയാമെന്നാവരുത്. രൺവീർ അല്ലാബാദിയയുടെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞു. യൂട്യൂബ് ഷോകൾ നടത്താൻ രൺവീറിന് വിലക്കേർപ്പെടുത്തി സുപ്രീം കോടതി. ഇലോൺ മസ്ക് മോദി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മസ്കിന്റെ ടെസ്ല മോട്ടോഴ്സ് ഇന്ത്യയിലേക്കെന്ന സൂചന. ഡൽഹിയിലും മുംബൈയിലും കേന്ദ്രങ്ങൾ. 13 തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ വിളിച്ച് ടെസ്ല മോട്ടോഴ്സ്. ബജറ്റിൽ വൈദ്യുതി വാഹനങ്ങളുടെ നികുതി കുറച്ചതും കാരണമെന്ന് വിലയിരുത്തൽ. കാനഡയിലെ ടൊറന്റോയിൽ വിമാനാപകടം. ഡെൽറ്റ എയർലൈൻസ് ലാൻഡിങ്ങിനിടെ തലകീഴായി മറിഞ്ഞു. 18 പേർക്ക് പരിക്ക്. 3 പേരുടെ നില ഗുരുതരം. വിമാനത്തിലുണ്ടായിരുന്നത് 80 പേർ. അപകടം കനത്ത കാറ്റിനെ തുടർന്നെന്ന് പ്രാഥമിക നിഗമനം.
യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ മുൻകൈയിൽ ചർച്ച. യൂറോപ്യൻ യൂണിയനെ ഒഴിവാക്കിയുള്ള ട്രംപിന്റെ നീക്കത്തിനെതിരെ വിയോജിപ്പ് ശക്തം. റഷ്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രിയും സംഘവും ചർച്ചയിൽ. ചർച്ച സൗദി അറേബ്യയുടെ ആതിഥേയത്വത്തിൽ.